ആ ആ ആ ആ ആ ഓക്കെ. അടുത്ത്. ആ കിറാറായി. ആ ആ ആ ആ ആ ആ ഞാൻ പാപിയായ മനുഷ്യനാക കൊണ്ട് എന്നെ വിട്ടു പോകണമെന്ന് പറഞ്ഞു. ആ ആ ആ ഉം, ഉം, ഉം. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. ആ പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അവനെ അനുഗമിച്ചു. ഈ വചനങ്ങളാൽ സർവശക്തനും വളരെ സുപരിചിതമാകുന്ന ഒരു വാക്യഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് മുതൽ ധ്യാനിക്കാൻ പോകുന്നത്. അനവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ഭാഗമെടുത്ത് അനവധി പ്രാവശ്യം അനവധി ഇടങ്ങളിൽ ഞാൻ തന്നെ ശുശ്രൂഷിച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിലൂടെ വ്യത്യസ്തമാകുന്ന നിലയിൽ ഒരു ദൈവിക ഇടപെടൽ ഇതിൻ്റെ അകത്ത് നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ലൂക്കോസ് എന്ന് പറയുന്ന സുവിശേഷകൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നല്ലൊരു നിരീക്ഷകനാണ്. കേൾക്കുന്നതും കാണുന്നതും ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതും എഴുതുന്നവനല്ല ലൂക്കോസ്. കേൾക്കുകയും അറിയുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങളെ കൃത്യമായി പഠിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് കൃത്യമായ ബോധ്യം തനിക്കുണ്ടായതിന് ശേഷം ലൂക്കോസ് ഈ ലേഖനം എഴുതും. ഈ സുവിശേഷം. അപ്പോസ്തല പ്രവൃത്തി എഴുതിയതും അതുപോലെ തന്നെയാണ്. കാര്യങ്ങളെ വ്യക്തമായി വളരെ ആധികാരികമായി വീക്ഷിച്ചതിന് ശേഷമാണ് അദ്ദേഹം തൂലിക ചലിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അഭിപ്രായമല്ല, ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം. നമ്മൾ വളരെ സുപരിചിതമാകുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാവും, അല്ലെ? ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനൊരു സന്തോഷം ഉണ്ടാവും. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശൂന്യതകളുടെ നടുവിൽ ഒരു നിറവിന്റെ പടകിനെ ഈ ഭാഗം കാണിക്കുന്നു, അല്ലെ? ശൂന്യതയാകുന്ന പടകിൽ ഒരു നിറവിന്റെ അനുഭവത്തെ വെളിപ്പെടുത്തുന്ന ഒരു പാരഗ്രാഫാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ഗന്നേസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ, ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ യേശു നിൽക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, 21 കിലോമീറ്റർ നീളവും 11 കിലോമീറ്റർ വീതിയുമുള്ള
ശുദ്ധജല തടാകമാണ് ഗന്നേസരത്ത് എന്നാണ് ചരിത്രം പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 680 അടി താഴ്ന്ന ഇടത്തിത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ ആ ഗന്നേസരം എന്ന് പറയുന്ന ആ ഒരു ഏരിയ വളരെ ചൂട് നിറഞ്ഞതാണ്. വളരെ ചൂട് നിറഞ്ഞ ഒരു സ്ഥലമാണ് ഗന്നേസരത്ത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ചുറ്റും കുന്നുകളാൽ നിറയപ്പെട്ട സ്ഥലമാണ് ഗന്നേസരം. ഈ മലനിരകൾ ഉണ്ട്, മലനിരകൾ. ഈ മലനിരകളുടെ നടുക്കാണ് ഈ തടാകം. ഞാൻ എന്നാളീ സ്വതന്ത്രം ഈ ഗദരദേശത്തിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഗദരദേശത്തേക്ക് ട്രാവൽ ചെയ്യുന്നത്, ഗദരദേശത്തേക്ക് അക്കരെ എത്തുന്നത് ഈ തടാകത്തിലൂടെ വേണം പോകാൻ. ഈ തടാകത്തിലൂടെ വേണം. ഇതിങ്ങനെ ചുറ്റും മലയാണ്. ഈ മലയുടെ ഇടയ്ക്കായി ഈ തടാകം. ഞാൻ അന്നൊരു കാര്യം ഇങ്ങനെ പ്രസംഗിച്ചു, ഒരു കാറ്റ് ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പുറത്തു പോകത്തില്ല, ഇതിന്റെ അകത്ത് ഇങ്ങനെ ചുറ്റി നിൽക്കും. അങ്ങനെ യേശുവും ശിഷ്യന്മാരും പോയ സമയത്ത് ചുറ്റി നിന്ന ഒരു കാറ്റുണ്ട്. അതുകൊണ്ടാ ഹല്ലേലൂയ സുവിശേഷകൻ എഴുതിയത് പടക് മുങ്ങുമാറായി. പടക് അപ്പൊ മുക്കിക്കളയുന്നൊരു ചുഴി കാറ്റവിടെ ഉണ്ടാക്കി. ആ സമയത്താണ് ശിഷ്യന്മാർ നിലവിളിച്ചുകൊണ്ട് യേശുവിനെ ഉണർത്തിയത്. ദാദാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? മനസ്സിലായി? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒക്കെ സഞ്ചരിച്ച തടാകം തന്നെ ഇത്. പക്ഷെ ഇതിന്റെ പ്രാരംഭ സമയത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. ഗലീല കടലിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെ ഗന്നേസരത്ത് തടാകമൊന്നും കടലെന്നൊക്കെ പറയും കേട്ടോ. അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വള്ളങ്ങളാൽ, പടകുകളാൽ നിറയപ്പെട്ട ഒരു തടാകമാണ് ഈ ഗന്നേസരത്ത് തടാകം എന്ന് പറയുന്നത്. ഒരുപാട് പടകുകൾ കൊണ്ട് ഇത് നിറയപ്പെട്ടതാണ്, വള്ളങ്ങളാൽ നിറയപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെ പറയുന്നത്, ദൈവവചനം കേൾക്കാൻ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. ഒരുപാട് പടകുകളാൽ നിറയപ്പെട്ട ഗന്നേസരത്ത് തടാകത്തിന്റെ കരവക്കത്ത് 2 പടക് നിൽക്കുന്നത് യേശു കണ്ടു. ആമേൻ. അതിൽ ശീമോന്റെ പടകിൽ യേശു കയറി. എന്നിട്ട് ശീമോനോട് യേശു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, കരയ്ക്ക് നിന്ന് അല്പം കടലിലോട്ട് നീ എന്ത് ചെയ്യണം, ഈ പടകിനെ ഒന്ന് നീക്കി സഹായിക്കണം. പുരുഷാരത്തിന് വേണ്ടുന്ന മെസ്സേജ് കൊടുത്തതിന് ശേഷം നേരെ തിരിഞ്ഞ് പത്രോസിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് യേശു പറയുന്ന ഭാഗമാണ് 4-ാം വാക്യം. ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കും. സ്തോത്രം. ആഴത്തിലേക്ക് നീക്കി എന്തോ നീക്കണം? പടക് നീക്കണം. ആഴത്തിലേക്ക് നീക്കണം. ആഴത്തിലേക്ക് വലയെറിയണം. മീൻ പിടിക്കാൻ വല ഇറക്കുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശു പറയുന്ന ആ വാക്ക് നിങ്ങൾ കേട്ടോ, ആഴത്തിലേക്ക് നീക്കി. സ്തോത്രം. ആഴത്തിലേക്ക് നീക്കി എന്ന് പറഞ്ഞാൽ നീക്കേണ്ടത് പടകാണ്.
പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ആഴത്തിലേക്ക് നീക്കാൻ യേശു പറഞ്ഞത് വലയല്ല. ആഴത്തിലേക്ക് യേശു നീക്കാൻ പറഞ്ഞത് പടകാണ്. അതാരുടെ ഉത്തരവാദിത്വം? ശിവന്റെ ഉത്തരവാദിത്വം. സ്തോത്രം. ശിവനെ, നിന്റെ ഉത്തരവാദിത്വമാണ് ആഴത്തിലേക്ക് പടക് നീക്കണം എന്നുള്ളത്. സ്തോത്രം. ഇനി അടുത്തൊരു ഉത്തരവാദിത്വം കൂടെ, നീ വല ഇറക്കണം. വല എന്ത് ചെയ്യണം? ഇറക്കണം. നിന്റെ വല എവിടെ ഇറങ്ങുന്നോ അവിടെ മീൻകൂട്ടം വരും. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് ദൈവം തന്നൊരു വെളിപ്പാട് ഞാൻ പറയാം. അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിച്ചാൽ. ശീമോൻ പടകാഴത്തിലേക്ക് ഇറക്കിയപ്പോൾ, വല ഇറക്കിയപ്പോൾ വല ആഴത്തിലേക്ക് പോയോ എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, വല എവിടെ വീണോ അവിടെ മീൻകൂട്ടം വന്നു. സ്തോത്രം. മീൻകൂട്ടം എന്ത് ചെയ്തു? അവിടെ വന്നു. സ്തോത്രം. ആഴത്തിലേക്ക് ശീമോൻ വല ഇറക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. പക്ഷെ പടക് നീക്കി എന്നുള്ളത് സത്യം. പക്ഷെ ആഴത്തിലേക്ക് വല വീശുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷെ വല എവിടെ വരെ വീശാൻ തനിക്ക് കഴിഞ്ഞോ അവിടെ പെരുത്ത മീൻകൂട്ടത്തെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ. അപ്പൊ മീൻ പിടിക്കാൻ പടകിനെ നീ ആഴത്തിലേക്ക് ഒന്ന് ഇറക്കണം. സ്തോത്രം. ശിമോൻ പറയുന്ന മറുപടിയൊക്കെ നിങ്ങൾ വായിച്ചിട്ട്, ഞാന് രാത്രിയാമം മുഴുവനും അധ്വാനിച്ചു, പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നാഥാ, നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. വല ഇറക്കി. പെരുത്ത മീൻകൂട്ടം വലയിലായി. പടകിലേക്ക് വലിച്ചു കയറ്റാൻ കഴിയാത്ത വിധത്തിൽ വലിയൊരു കൂട്ടവനകത്ത് കയറി. വല കീറി പോകാറായി. ഒഴിഞ്ഞ പടകിനെ യേശു നിറച്ചു. നമുക്ക് മനസ്സിലാകും, അവന്റെ ജീവിതത്തിൽ ഒരു നിറവ് വന്നു. അവന്റെ ജീവിതത്തിൽ ശൂന്യതകൾ മാറി ഒരു നിറവ് വന്നു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു വിടുതൽ കണ്ടപ്പോൾ, ഇതുവരെ കാണാത്ത ഒരു വിടുതൽ അവൻ കണ്ടപ്പോൾ എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം, ശീമോന്റെ അകക്കണ്ണ് തുറന്നു. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ശീമോന്റെ ഉൾക്കണ്ണ് തുറക്കാൻ ഇടയായി തീർന്നു. ഞാൻ പാപിയായ മനുഷ്യൻ, ഉൾക്കണ്ണ് തുറക്കുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ശൂന്യതകളാലായിരുന്ന പടകിനെ സർവശക്തൻ തനിക്ക് നിറച്ചു കൊടുത്തപ്പോൾ അവിടെ കണ്ണ് മഞ്ഞളിക്കുകയല്ല ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. കണ്ണ് മഞ്ഞളിക്കുകയല്ല അവിടെ ചെയ്തത്, അവിടെ ഉൾക്കണ്ണ് തുറന്നു. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ പ്രശ്നം എന്നാ? നമുക്കൊരു വിടുതല് കിട്ടുമ്പോൾ, നമുക്കൊരു നന്മ കിട്ടുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ മറക്കും. നമ്മുടെ ദൈവത്തെ മറക്കും. സ്തോത്രം. നമ്മുടെ രീതി അതാ. സ്തോത്രം. എല്ലാരും അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല.
എന്നാലും ഉണ്ട്. ശീമോൻ പത്രോസിന്റെ ഒഴിഞ്ഞു നിന്ന പടകിനെ തമ്പുരാൻ നിറച്ചപ്പോൾ അവന്റെ കണ്ണ് മണ്ണൊളിച്ചു പോകുന്നത്. അവരുടെ ഉൾക്കണ്ണ് തുറന്ന ഈ നന്മയ്ക്ക് ഞാൻ അർഹനാണോ? സ്തോത്രം. ഈ നിറവിനുണ്ടല്ലോ ഞാൻ അർഹനാണോ ഇത് പ്രാപിക്കാൻ? ഉൾക്കണ്ണ് തുറന്നപ്പോ മനസ്സിലായി ഞാൻ ഭാവിയായ മനുഷ്യൻ. സ്തോത്രം സ്തോത്രം. ഇന്ന് പകരം ദൂരം പറയുന്നു, നിന്റെ കുറവുകളെ നിനക്ക് തന്നെ കാണത്തക്കവണ്ണം നിന്റെ ഉൾക്കണ്ണിനെ തുറക്കുന്നൊരു വിടുതൽ ഇന്നു പകൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ സകലത. ഇത് കേട്ട വലിയ സ്തോത്രം അറിയാം. ഇന്ന് ആത്മാവ് അതിശക്തമായി ഇടപെടുന്നു. ആത്മാവിന്റെ പിറവിൽ പ്രാർത്ഥിക്കാൻ കഴിവുണ്ട്. പ്രാർത്ഥിച്ചോ. നിന്റെ ഉൾക്കണ്ണിനെ തുറക്കത്തക്കവണ്ണം, നിന്റെ ഉൾക്കണ്ണിനെ തുറക്കത്തക്കവണ്ണം എന്നോട് ആത്മാവിടുന്നു. നിന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരു വിടുതലിന്റെ ഇറങ്ങി വരാൻ പോകുകയാണെന്ന് സംസാരിക്കുന്നു. അങ്ങനെ നമുക്ക് കഴിവുണ്ട്. എന്നാൽ ഇന്ന് വരെ നിന്റെ ഉൾക്കണ്ണിനെ തുറന്ന് നിന്റെ ജീവിതത്തിലെ കുറവിനെ തിരിച്ചറിയത്തക്കവണ്ണം ഒരു വിടുതലിന്റെ കാര്യം ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. സ്വീകരിക്കുക. മനസ്സുള്ളവരെ സ്വീകരിക്കും. സ്വീകരിക്കുക. മനസ്സുള്ളവരെ സ്വീകരിക്കോ. സ്വീകരിക്കാൻ താല്പര്യമുള്ളവരെ സ്വീകരിച്ചോ. സ്വീകരിക്കുക. മനസ്സുള്ളവരെ സ്വീകരിച്ചോ. ഞാൻ പക്ഷെ ഒരു മർമ്മം പറയാ, ഈ ഉൾക്കണ്ണ് തുറക്കാതെ അടുത്ത നിയോഗത്തിലേക്ക് കയറാൻ നിനക്ക് കഴിയത്തില്ല. ഈ ഉൾക്കണ്ണ് തുറക്കാതെ അടുത്ത നിയോഗത്തിലേക്ക് ചായവെക്കാൻ നിനക്ക് കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ശ്രദ്ധിച്ച് പത്രോസിന്റെ ഉൾക്കണ്ണ് തുറന്നപ്പോൾ പുതിയൊരു നിയോഗത്തിലേക്കുള്ള കാഴ്ചയെടുത്ത്, എന്റെ ഭാഷ പറഞ്ഞാൽ പത്രോസിന്റെ ജീവിതത്തിൽ പുതിയൊരു ചരിത്രം ആരംഭിച്ചു. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് അവിടെ വലിയൊരു പ്രവചനമൊന്നും പ്രവചിച്ചില്ല. കർത്താവ് അവിടെ വലിയ പ്രവചനമൊന്നും പ്രവചിച്ചില്ല. ദൂതത്വം പറഞ്ഞില്ല. അവന്റെ ഉൾക്കണ്ണിനെ തുറക്കത്തക്ക വണ്ണം എന്റെ കർത്താവ് ഒരു വിടുതൽ വിളിച്ചു. അവന്റെ ഉൾക്കണ്ണിനെ തുറക്കത്തക്ക വണ്ണം ഒരു വിടുതൽ എന്റെ സ്വർഗം വിളിച്ചു. ആ വിടുതലുകൊണ്ട് ഗുണമുണ്ടായത് പത്രോസിന് തന്നെ. പടവ് നടന്നതല്ല, മറിച്ച് അവന്റെ ഉൾക്കണ്ണ് തുറന്നു. ഭാവിയാണെന്ന് അവൻ സ്വയം അംഗീകരിച്ചു. യേശു കർത്താവ് നിർബന്ധിച്ചില്ല, സ്വയം അംഗീകരിച്ചു. എന്നെ കാര്യം ഉൾക്കണ്ണ് തുറന്നു. തന്റെ കുറവുകൾ അംഗീകരിച്ചപ്പോൾ ദൈവം മനുഷ്യനോട് പറയാ, പത്രോസേ ഇന്നു മുതൽ നിന്റെ ചരിത്രം തുടങ്ങുന്നു. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? ഇന്നു മുതൽ നിന്റെ ചരിത്രം ഇവിടെ ആരംഭിക്കാൻ പോവുക. സ്തോത്രം. ഇന്നു മുതൽ ആത്മാവതം നിന്റെ ഉൾക്കണ്ണിനെ പ്രകാശിപ്പിക്കത്തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലിന്റെ ഫലം ഇന്നു മുതൽ തിരുവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തമായിട്ട്
ആത്മാവിനെ വിളിച്ചു വരിക, പുതിയ നിയോഗത്തിലേക്ക് ദൈവത്തിന്റെ ഗജം സ്വീകരിക്കാത്മാവിൽ ആത്മാവിനെ സ്വീകരിക്കാൻ മനസ്സിലാക്കി, ആ വെളിപ്പാടൊന്ന് മനസ്സിലാക്കുക, ആ വെളിപ്പാടൊന്ന് തിരിച്ചറിയുക, ആ വെളിപ്പാടൊന്ന് തിരിച്ചറിയുക. എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ ആ വെളിപ്പാടിന്റെ വിടുതൽ നടക്കണം. സ്തോത്രം. ആദ്യം നീ ശരിയായിട്ട് നീ പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ. ആദ്യം നീ ശരിയാകും. സ്തോത്രം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ആ ദൂതിന്റെ ചില വിടുതൽ ഇതിനകത്ത് നടക്കണം. ആ ദൂതിന്റെ വിടുതൽ നടക്കാൻ അടുത്ത ദൂത് പ്രസംഗിക്കുന്നില്ല. സ്തോത്രം. 1 മണി വരെ ഈ ദൂതിന്റെ വിടുതൽ നടന്നില്ല. ഇത് എന്നെ പറഞ്ഞു പ്രസംഗം നിങ്ങൾ കേൾക്കണ്ട. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ ഉൾക്കണ്ണ് തുറന്നെങ്കിലേ പുതിയ നിയോഗത്തിലേക്ക് കാലുവെക്കാൻ പറ്റൂ. ഉൾക്കണ്ണ് എന്തിനാ തുറക്കുന്നേ? കുറവ് മനസ്സിലാക്കാൻ. നിന്റെ കുറവ് നിനക്ക് തന്നെ ഗ്രഹിക്കത്തക്കവണ്ണമാണ് നിന്റെ ഉൾക്കണ്ണ് തുറക്കുന്നത് കൊണ്ടുള്ള വിടുതൽ. ദൈവം തരുന്നൊരു വെളിപ്പാട് ഞാൻ പറയാം. ഏലീശ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പേരിയാണ്. ഏലിയാവിന്റെ മറുപടി, ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ, ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നിന്റെ മേലത് വരും. ഏലിയാവിനെ സ്വർഗത്തിന് ദൈവം എടുത്തോണ്ട് പോയി. ഏലീശ വ്യക്തമായിട്ട് കാണുകയും ചെയ്തു. എന്നാൽ ഏലീശയുടെ മേൽ പുറത്തിറങ്ങിയില്ല. ഏലീശയുടെ മേൽ പുറത്തിറങ്ങിയില്ല. എന്റെ കാര്യം എന്നറിയാമോ? ഏലീശ പുതപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ, പുതപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഏലീശയുടെ ഉൾക്കണ്ണ് തുറന്നു. ബൈബിൾ പറയുന്നു, താൻ അന്നുവരെ ധരിച്ചുകൊണ്ടിരുന്ന വസ്ത്രം, തന്റെ വസ്ത്രം താൻ ഗണ്ണമായി കീറി. സ്തോത്രം, ഹല്ലേലൂയ. ഗണ്ണമായി വസ്ത്രം കീറി കളഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പുതപ്പിറങ്ങി. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? കാഴ്ച വിടുതലാണ്. നീ എങ്ങനെ കണ്ടാൽ അല്ലെങ്കിൽ നിനക്കത് പ്രാപിക്കാൻ പറ്റും. വിടുതലായി. പക്ഷേ എന്തുകൊണ്ട് ഏലീശയുടെ മേൽ ആ പുതപ്പ് വന്നില്ല, ആ നിയോഗം വന്നില്ലെന്ന് ചോദിച്ചാൽ ചിലത് കീറാനുണ്ടായിരുന്നു. അത് തന്റെ ഉൾക്കണ്ണിൽ ഏലീശയ്ക്ക് ബോധ്യപ്പെട്ടപ്പോ താനത് കീറി കഴിഞ്ഞപ്പോ വചനം പറയുന്നു, അവന്റെ പുതപ്പിറങ്ങി വന്നു. എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പകരം നിന്റെ ജീവിതത്തിൽ നിന്റെ ഉൾക്കണ്ണിനെ തുറക്കുന്ന ഒരു വിടുതൽ സ്വർഗ്ഗം ചെയ്യാമല്ലോ. അത് ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? ഒരു പുതിയ നിയോഗത്തിലേക്ക് നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പുതിയ നിയോഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കാൻ ആഗ്രഹിക്കുന്നു.
ഇന്ന് പകൽക്കാലം നിന്റെ ഉള്ളിൽ തുറന്ന് ഒരു പുത്രൻ നിന്റെ മേൽ പകരപ്പെടുന്ന ഒരു നീതിയുടെ വിടുതൽ ഇന്ന് പകൽക്കാലം ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നു. മനസ്സിലാക്കുന്നു നിന്റെ മനസ്സിലാക്കി സാധനങ്ങൾ ചെയ്യുമ്പോൾ നിന്റെ മേൽ പുതിയ നിയമം. ഓ സ്തോത്രം സ്തോത്രം. ഇന്ന് പകലത് സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകലത് സ്വീകരിക്കുന്ന പേരുണ്ട്? തന്റെ വസ്ത്രം കണ്ണം കണ്ണമായി കീറിക്കളഞ്ഞപ്പോൾ എലീശയുടെ മേൽ വിടുതലിന്റെ ബോധം പറങ്ങി, നിയോഗത്തിന്റെ ബോധം പറങ്ങി. അക്കരെ പ്രവാചകന്മാർ പറഞ്ഞെന്താണെന്നറിയുമോ? ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേലുണ്ട്. എത്ര പേർക്ക് ഇന്ന് ഉൾക്കണ്ണ് തുറന്ന് ചിലതിനെ കീറാൻ തയ്യാറാണെങ്കിൽ, ചില കുറ്റങ്ങൾ സംഭവിക്കാൻ തയ്യാറാണെങ്കിൽ, ചില കുറവുകൾ സംഭവിക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാവിനോട് പറയുന്നു, നിന്റെ നിയോഗം എന്താണെന്ന് മറ്റുള്ളവർ അറിഞ്ഞു. സ്തോത്രം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ കുറവ് മറ്റുള്ളവർ അറിയുന്നതാണോ നല്ലത്, അതോ നിന്റെ പേരുള്ള നിയോഗം മറ്റുള്ളവർ അറിയുന്നതാണോ നല്ലത്? നിന്റെ കുറവ് മറ്റുള്ളവർ അറിയുന്നതാണോ നല്ലത്, നിന്റെ മേലുള്ള ദൈവ നിയോഗം മറ്റുള്ളവർ അറിയുന്നതാണോ നല്ലത്? സ്തോത്രം. ഹല്ലേലൂയ. യേശുവും പത്രോസുമുള്ള പടകിൽ തന്റെ കുറവ് പത്രോസ് അംഗീകരിക്കുമ്പോൾ യേശു മാത്രമേ ഉള്ളൂ. യേശു മാത്രമേ ഉള്ളൂ അവിടെ. പക്ഷെ നിയോഗം വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ പത്രോസിന്റെ നിയോഗം മറ്റുള്ളവർ അറിയാൻ തുടങ്ങി. സ്തോത്രം. എലീശയുടെ ചോദിക്കൂ, എലീശ വസ്ത്രം കണ്ണം കണ്ണമായി കീറിയപ്പോ എലീശ ദൈവമേ ഉള്ളവിടെ. എന്നാൽ നിയോഗമായിട്ട് പോയപ്പോൾ പ്രവാചകന്മാര് കണ്ടു. പക്ഷേ ഹല്ലേലൂയ, വസ്ത്രം കണ്ണമായി കീറിയത് അവര് കണ്ടില്ല. എന്റെ ചോദ്യം, നിന്റെ കുറവ് മറ്റുള്ളവർ അറിയുന്നപ്പോ നിന്റെ മേലുള്ള നിയോഗം മറ്റുള്ളവർ അറിയണം. ആത്മാവിനോടിക്കുക. ഇന്ന് വരെ വചനത്തിന്റെ മുൻപാകെ സമർപ്പിച്ചിരുന്നവകൾ ജയമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മാവിനോട് പറയുന്നു, നിന്റെ കുറവ് മറ്റുള്ളവർ അറിയും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആത്മനിറവിൽ പറയാം, കുറവല്ല, കുറവ് ദൈവം അറിഞ്ഞ, അത് ദൈവവുമായിട്ട് നീ ക്രമീകരിച്ച നിന്റെ മേലുള്ള നിയോഗം മറ്റുള്ളവരറിയാം. സ്തോത്രം. നീ വെറുതെ അല്ല പാടുന്നു, നീ വെറുതെ അല്ല പ്രാർത്ഥിക്കുന്നത്, നീ വെറുതെ അല്ല പ്രസംഗിക്കുന്നത്, നീ വെറുതെ അല്ല ആരാധിക്കുന്നത്, മറിച്ച് ഒരു നിയോഗം നിന്റെ മേലുണ്ടെന്ന് മറ്റുള്ളവരറിയും. പറഞ്ഞ് മനസ്സിലായി? ശ്രദ്ധിക്കേ, ജീവിതത്തിലെ ഉൾക്കണ്ണിന്റെ കാഴ്ച പ്രകാശിക്കാൻ, അന്ധത മാറാൻ ദൈവം ഒരു വിടുതൽ ചെയ്തപ്പോൾ അടുത്ത നിയോഗത്തിലേക്കാണ് പത്രോസിനെ കൊണ്ടുവന്നത്. ആ നിയോഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ഭയപ്പെടണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. രാമൻ എത്ര വരും? ഉൾക്കണ്ണ് തുറക്കാനുള്ള വിടുതലാണ് ആദ്യം നടന്നത്. അതിന്റെ പേരാ മീൻപിടുത്തം. അതിന്റെ പേരാണ് മീൻപിടുത്തം.
എന്നാൽ തന്റെ മേൽ തന്റെ കുറവ് അംഗീകരിച്ചപ്പോ ദൈവം കൊടുത്ത നിയോഗത്തിന്റെ പേരാണ് മനുഷ്യനെ പിടുത്തം. ഞാൻ പറഞ്ഞല്ലോ, എന്നും കേൾക്കുന്ന ഒരു പ്രസംഗമല്ല ദൈവാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറി തന്നെ. വ്യത്യസ്തമായ ഒരു വെളിപ്പാട് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു. മീൻപിടുത്തത്തിൽ നിന്നവനെ മനുഷ്യപിടുത്തത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവിന്റെ ഹൃദയത്തെ സ്വാധീനിച്ചത് എന്താണ്? ഇതാണ് ചോദ്യം. അതാണ് നമ്മുടെ പ്രസംഗ വിഷയം. എന്തുകൊണ്ട് മീൻപിടുത്തക്കാരനെ മനുഷ്യപിടുത്തക്കാരനാക്കി മാറ്റാൻ യേശുവിനെ സ്വാധീനിച്ചത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പറയോ മീൻപിടുത്തക്കാരും മനുഷ്യപിടുത്തക്കാരായി അല്ലേ? നമ്മൾ പറയാറുണ്ടല്ലേ, മീൻപിടുത്തക്കാര് മനുഷ്യപിടുത്തക്കാരായി. സ്തോത്രം. പത്രോസിന് പഠിപ്പില്ല, പത്രോസിന് വിദ്യാഭ്യാസം ഇല്ല, പത്രോസിന് വിവരമില്ല. പക്ഷെ ആ പത്രോസിനെ കർത്താവ് ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മള് തകർത്ത് പ്രസംഗിക്കും. എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മീൻപിടുത്തത്തിൽ നിന്നും മനുഷ്യനെ പിടിക്കുന്ന നിയോഗത്തിലേക്ക് പത്രോസിനെ പോലുള്ളവരെ കൊണ്ടുവരാൻ യേശുവിനെ സ്വാധീനിച്ച ഘടകമല്ല. യേശുവിനെ സ്വാധീനിച്ച ഘടകമെന്നുള്ള അത് അറിയെങ്കിൽ മാത്രമേ ഈ നിയോഗത്തിൽ എങ്ങനെ ഈ മനുഷ്യൻ വന്നെന്ന് മനസ്സിലാകും. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം, ആത്മാവിനോട് പറയുന്നു. ഇന്ന് ചിലരിടമേ ചില നിയോഗം വീണവരുണ്ട്. പ്രാർത്ഥിച്ചോണം കേട്ടോ, പ്രാർത്ഥിച്ചോണം. നിന്റെ കഴിവിനെ ദൈവം നോക്കുന്നില്ല, നിന്റെ വിദ്യാഭ്യാസത്തെ വിവരത്തെ ഒന്നും ദൈവം നോക്കുന്നില്ല, നിന്റെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ദൈവം നോക്കുന്നില്ല. ആത്മാവിനോട് പറയുന്നു, ചിലരിടമേൽ ഇന്ന് പകൽ ഒരു പുത്തൻ നിയോഗത്തിന്റെ കൈമാറ്റം നടത്തുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇപ്പോൾ സംസാരിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, ആഗ്രഹമുള്ളവർ ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ നിയോഗം നിന്റെ മേൽ വീണാൽ, ഈ നിയോഗം നിന്റെ മേൽ വീണാൽ ഇനിയും നീ പടവി വിളിക്കത്തില്ല, ഇനിയും നീ വിന്യാസനദേശത്തിന്റെ തടാകത്തിൽ ഒതുങ്ങത്തില്ല. നീ പുറത്തു ഒഴികൊണ്ട് ദൈവം ഇടപെടുന്നു. നിയോഗത്തിൽ വിട്ട് താല്പര്യമുള്ളവര് പ്രാർത്ഥിച്ചാൽ മതി. ഇന്നവകൾ നിയോഗം വീണെങ്കിലേ നിനക്ക് ചിലതിനൊക്കെ പുറപ്പെടാൻ പറ്റത്തുള്ളൂ. നിയോഗം വീണെങ്കിലേ നിനക്ക് ചിലതിന്റെ പുറപ്പെടാൻ പറ്റത്തുള്ളൂ. നിയോഗം വീണെങ്കിലേ നിനക്ക് ചിലതൊക്കെ വീണ്ടാൻ പറ്റത്തുള്ളൂ. സ്വോത്രം, സ്വോത്രം. വചനത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചോണ്ടിരുന്നോ? നല്ല ദൂതനെടുത്ത് നിന്റെ ദൂരെറിയും. സ്തോത്രം. വചനത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കണം. ഈ വചനം എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എനിക്ക് തന്നപ്പോൾ ഇതിന്റെ അകത്ത് വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം എന്താണെന്നും ഇതിന്റെ അകത്ത് വെളിപ്പെടുന്ന വിടുതൽ എന്താണെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ന് പകൽക്കാലം അത് പ്രാപിക്കാൻ മനസ്സില്ലെങ്കിൽ അതിന്റെ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. സ്തോത്രം, സ്തോത്രം. അല്ലേ, നമുക്ക് കാറ് വരുന്നത് വീട് വെക്കുന്നത് കേൾക്കാനല്ലേ ഇരിക്കുന്നത്. അതിന് വേറെ എങ്ങോട്ടേലും പോകണം. സ്തോത്രം. അത് പ്രതീക്ഷിച്ചോണ്ട് നിങ്ങളോട് വന്നിരിക്കരുത്. അല്ലേ, ശ്രദ്ധിച്ചു കേട്ടെ. ക്രൈസ്തലോട് വളരെ പ്രാർത്ഥനയുണ്ടായിരുന്നോളാം. ഇന്ന് പകൽക്കാലം ചിലരുടെ ചില നിയോഗം എടുക്കാൻ പോകുക, ചിലരുടെ ചില നിയോഗം എടുക്കാൻ പോകുക. ചില നിയോഗം നിന്റെ മേൽ വീണെങ്കിൽ മാത്രമേ നിനക്ക് സകലവും വിടാൻ പറ്റത്തുള്ളൂ.
വാക്യം അങ്ങനെ എഴുതിയത്. നിയോഗത്തിലേക്ക് ദൈവത്തിന്റെ ദൂത് കൈമാറിയപ്പോൾ അവർ സകലവും വിട്ടിട്ട് അവളെ അനുഗ്രഹിച്ചെന്ന്. വീണാൽ ചില കാണാതെ കൊണ്ട് ഒതുങ്ങിപ്പോയവനാണ്. നിയോഗം വീട് കഴിഞ്ഞാൽ മുഴുവനും നിന്നെ അറിയപ്പെടത്തേക്കവന് ദൈവവചനം നിങ്ങളെ തൊടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാധിച്ചോണം. അടുത്തിരിക്കുന്നവർ ആരാധിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നോക്കണ്ട. സൂമിലുള്ളവരെ ഇവരുള്ളവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ വേറെ ആരെയും നോക്കണ്ട. വചനം നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി വിടുതൽ ഏറ്റെടുത്തോണം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിങ്ങിന് പോയി. ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാനൊന്നും നിന്നില്ല. അവിടെ ചെന്ന് ഒരു വചനം ദൈവം വെളിപ്പെടുത്തി ഞാനതൊന്ന് പ്രസംഗിച്ചു. ആ വചനം പ്രസംഗിച്ചു. കർത്താവ് പറഞ്ഞു, വചനത്തിന്റെ വിടുതൽ നിന്റെ മേൽ വരാൻ പോവാ. ഒരു സഹോദരി അത് ഏറ്റെടുത്തു. ബാക്കിയുള്ളവർ ആരാധിക്കുന്നുണ്ടോന്നും പുള്ളിക്കാരി നോക്കിയില്ല. പുള്ളിക്കാരി അത് ഏറ്റെടുത്തു. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു, സ്വീകരിച്ചു വിടുതൽ. ദൈവാത്മാവ് പറഞ്ഞു, വചനം നിന്നെ വിടുവിച്ചു. അടുത്ത ദിവസം സ്കാനിങ്ങിന് പോയപ്പോ സ്കാനിങ് റിപ്പോർട്ടിൽ ദൈവം അത്ഭുതം ചെയ്തു. ബ്ലഡിന്റെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ദൈവം അത്ഭുതം ചെയ്തു. സ്തോത്രം ചെയ്യുന്നു. ഞാനല്ല ചെയ്തേ, ദൈവത്തിന്റെ വചനം. സ്തോത്രം. വചനം ഏറ്റെടുത്ത ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വീകരിച്ചാൽ, ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, വചനം വിടുവിക്കും. സ്തോത്രം. വചനം വിടുവിക്കും. കാരണം വചനം യേശുവ. വചനമാ ജഡമായി തീർന്നതെന്ന് യോഹന്നാൻ എഴുതിയത്. അത് വേറെ ആരുമല്ല, യേശുവ. വചനം വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു വെളിപ്പെടുക എന്നർത്ഥം. വചനം നിന്നെ തൊടുന്നു എന്ന് പറഞ്ഞാൽ യേശു നിന്നെ തൊടുന്നു എന്നർത്ഥം. വചനം നിന്റെ ബന്ധനം വെടിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു അഴിക്കുന്നു എന്നർത്ഥം. വചനം നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു നിന്നെ സൗഖ്യമാക്കുന്നു എന്നർത്ഥം. അത് മനസ്സിലാക്കി വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. താഴമേറിയ ഒരു വെളിപ്പാടാ. നിയോഗം വീണപ്പോൾ ഭൂഖണ്ഡങ്ങളിൽ വരെ യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ പത്രോസിന് ഭാഗ്യം ലഭിച്ചെന്ന് എന്നോട് ആത്മാവ് ഇടപെടുന്നു. ചിലതിന്റെ അകത്തു നിന്ന് ഇന്നും രക്ഷപ്പെടാൻ കഴിയാതെ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആത്മാവ് നിയോഗം നിന്റെ മേലുള്ള ദൈവനിയോഗം ദൈവനിയോഗം ഏറ്റെടുത്താൽ ഇന്ന് ചിലത് വീട്ടിൽ ഇറങ്ങാൻ പോകുന്നു.
യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഹല്ലേലൂയ നിത്യത്തിൽ നീ ആയിരിക്കുന്നവരെ ആ മുന്നോട്ടത്തിന്റെ യേശുവിന്റെ നാമത്തിൽ ഇന്നുവരെ വീരതകർത്താവേ ഇന്നുവരെ വീരതകർത്താവേ ആ മുന്നോട്ടത്തിന്റെ പോരാട്ടം യേശുവിന്റെ നാമത്തിൽ സ്തോത്രം 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 സ്തോത്രം. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങുന്നത്, മീൻപിടുത്തക്കാരനെ മനുഷ്യപിടുത്തക്കാരനാക്കി മാറ്റാൻ യേശു ക്രിസ്തുവിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്താണ്? എന്താണ്? ഒന്നാമത്തെ കാര്യം, മീൻപിടുത്തക്കാരെ സംബന്ധിച്ച് അവർ ക്ഷമയുള്ളവരാണ്. യേശു ക്രിസ്തുവിനെ സ്വാധീനിച്ച ഒരു ഘടകം, അവർ ക്ഷമയുള്ളവരാണ്. നമ്മളെല്ലാവരും പറയുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തില്ല. പത്രോസിനെ പോലെ മുൻപുള്ള വേറെ മനുഷ്യൻ അല്ലേ? അല്ലേ? നമ്മൾ പറയാറില്ലേ? പ്രസംഗിച്ചു കേട്ടിട്ടില്ലേ? ഇല്ലേ? ഇല്ലേ? നമ്മൾ അതിന് എടുക്കുന്ന ഉദാഹരണം എന്താ? അല്ല, അതിന് നമ്മൾ എടുക്കുന്ന ഉദാഹരണം എന്താ? ഇടത്തയാട്ടത്തിനും മുൻകോപത്തിനും ദേഷ്യപ്പെടുന്നതിനും ആ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് നമ്മൾ എടുക്കുന്ന ഉദാഹരണം എന്താ? യേശു ക്രിസ്തുവിനെ പിടിക്കാൻ വന്നപ്പോ ഉറയിൽ നിന്ന് വാളെടുത്ത് എന്ത് ചെയ്തു? കാര്യം എന്താന്ന് പോലും അറിയാതെ ചെവി വെട്ടിത്താഴെ ഇട്ടു. ഇതാണ് നമ്മൾ എപ്പോഴും എടുക്കുന്ന ഉദാഹരണം. എന്നാൽ ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോ ഒരു തിരുത്തൽ എന്റെ അകത്ത് വന്നു. പത്രോസിന്റെ അകത്തും ക്ഷമയുണ്ട്. ആ ക്ഷമ മനുഷ്യൻ കണ്ടിട്ടില്ല, പക്ഷെ തമ്പുരാൻ കണ്ടു. അതേ കാര്യം. പ്രസംഗിക്കുന്ന നമ്മളോ പ്രസംഗം കേൾക്കുന്ന നിങ്ങളോ ആരും കണ്ടിട്ടില്ല, പക്ഷെ യേശു അത് കണ്ടു. മീൻപിടുത്തത്തിൽ നിന്ന് മനുഷ്യപിടുത്തത്തിലേക്ക് മീൻപിടുത്തക്കാരെ സ്വാധീനിക്കാൻ യേശുവിനെ സ്വാധീനിച്ച ഒരു ഘടകം അവരുടെ ക്ഷമയുണ്ട്. തെളിവ് തരാം. മീനിന്റെ വല വീശിയിട്ട് മീൻ കേറുന്ന സമയം വരെ അവര് കാത്തിരിക്കും. ക്ഷമയുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇന്ന് വരെ ഉണ്ടിട്ട് നാളെ ആയിരിക്കും ചെയ്യുന്നത്. അത് വലിക്കാൻ പറ്റുന്നു. ക്ഷമയില്ലേ പറ്റുമോ? ക്ഷമയില്ലെങ്കിൽ പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. ക്ഷമയില്ലേ പറ്റത്തില്ല. സ്തോത്രം. മീന്റെ വല വിരിച്ച് ആ വലക്കകത്ത് മീൻ കയറുന്നത് വരെ കാത്തിരിക്കാൻ മനസ്സുണ്ടാകണമെങ്കിൽ അവരുടെ അകത്ത് ക്ഷമയുണ്ട്. ഈ ക്ഷമയാണ് യേശു വേണ്ടത്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? പത്രോസിന്റെ ശുശ്രൂഷകളെയാണ് നിങ്ങളുടെ അടുത്ത് വിളിച്ച് എത്രയെല്ലാം പ്രാവശ്യം പത്രോസിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. പത്രോസിനെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചിട്ടുണ്ട്.
അവിടെ ഒന്നും പത്രോസ് പ്രതികരിച്ചതായി കരുതിയിട്ടില്ല. സ്തോത്രം. കയ്യും കാലും ബന്ധിച്ചിട്ട സമയത്തും ആ മനുഷ്യൻ ക്ഷമയോടെ കിടന്നുറങ്ങിയെന്നാ ബൈബിൾ പറയുന്നത്. കിടന്നുറങ്ങി. സ്തോത്രം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? മീനിന്റെ വല വീശി അതിന്റെ അകത്ത് മീൻ കയറുന്നതും വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ മനസ്സുള്ളവരാണ് മുക്കുവന്മാരെന്ന് പറയുന്നത്. മനുഷ്യരെ പിടിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വാധീനിച്ച ഒന്നാമത്തെ ഘടകമാണ് അവർക്ക് ക്ഷമയുണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ശാസ്ത്രിമാരും പണ്ഡിതന്മാരും പാമരന്മാരും പ്രമാണിമാരും പരീക്ഷന്മാരും എല്ലാം ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് അവരെ തെരഞ്ഞെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷെ അവർക്ക് ക്ഷമയില്ല. സ്തോത്രം. ഇന്നുവരെ പരിശുദ്ധാത്മാവിൽ ഇടപെടുന്ന ചില ദൈവിക നിയോഗത്തിലേക്ക് കടന്നുപോകാൻ നിന്റെ അകത്ത് ദൈവം ആഗ്രഹിക്കുന്ന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ദൈവം കൊടുത്ത നിയോഗം മനുഷ്യരെ പിടിക്കുന്നവരാണ്. സ്തോത്രം. നിങ്ങളെ സത്യങ്ങളാണ് 3.5 വർഷം പേരിലെടുത്തു ആ പറഞ്ഞ കാര്യം നടക്കാൻ. 3.5 വർഷം കഴിഞ്ഞു പോയെങ്കിലും സ്തോത്രം ആ പറഞ്ഞ കാര്യം നടക്കാൻ അല്ലേ? പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ഒന്നാമത്തെ പ്രസംഗത്തിലാണ് നിയോഗം വെളിപ്പെട്ടത്. പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ഒന്നാമത്തെ മെസ്സേജിലാണ് നിയോഗം വെളിപ്പെട്ടു. 3000 എന്ന വാർത്ത. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? 3.5 വർഷം കഴിഞ്ഞെങ്കിൽ ഇനി 4 ആയിക്കൊള്ളട്ടെ, എത്ര വർഷമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഞാൻ നിയോഗം വെളിപ്പെടുന്നത് വരെ. സ്തോത്രം. സ്തോത്രം. ഇന്ന് വരെ ദൈവത്തിന്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ വെളിപ്പാടാണ് ചില ദൈവിക നിയോഗത്തിലേക്ക് നിനക്ക് കയറണമെങ്കിൽ, അത് നിന്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടണമെങ്കിൽ, ചിലത് നിനക്ക് ധ്യാനിക്കണമെങ്കിൽ നിനക്ക് ക്ഷമ. സ്തോത്രം. ഞാൻ പറയുമ്പോ എനിക്ക് കിട്ടണം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നടക്കണം. ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ദൈവത്തിനും കുറ്റമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് നിന്നോട് അറിയിച്ച ചില നിയോഗങ്ങളുടെ പൂർത്തീകരണം നടക്കാൻ ഒന്നും തന്നെ കേറി പറയാം. നിന്നോട് അറിയിച്ച ആരാധനകളുണ്ട്, നിന്നോട് അറിയിച്ച വാഗ്ദത്തങ്ങളുണ്ട്, നിന്നോട് അറിയിച്ച ഭൂമികളുണ്ട്. ഇന്ന് ചില ആ നിയോഗത്തിൽ വെളിപ്പെടാൻ വേണ്ടി നീ ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ യേശുവിനെ വിളിച്ചു വരിക. നിന്റെ വെളിപ്പെടും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് ആത്മാവിനെ വെളിപ്പെടുത്തുമ്പോൾ ചിലര് ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മുഴക്കം നിന്റെ ക്ഷമയെ നഷ്ടപ്പെടുത്താൻ പിശാചാകുന്നവൻ ശ്രമിക്കുമ്പോൾ ആത്മാവിനോട് പറയുന്നു, പിശാചിന്റെ ആഗ്രഹം നിന്റെ ആ ക്ഷമ നഷ്ടപ്പെടുത്തി കളയാനോ. എന്നാൽ അതിന്റെ അകത്ത് ക്ഷമയോടെ നീ വീണ്ടും പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാവിനെടുത്തു അത് വെളിപ്പെടാൻ ക്ഷമയായി. ഇതുവരെ എത്ര പേർ പുറപ്പെട്ട് എത്ര പേർക്ക് ദൂതരപ്പുണ്ട്. നഷ്ടപ്പെട്ട പോയ ക്ഷമയുടെ സ്വഭാവം യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ മടങ്ങി വരണം.
ക്ഷമയുടെ സ്വഭാവം മടങ്ങി വരാൻ പ്രാർത്ഥിച്ചു. കാരണം നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾക്ക് ദൈവത്തെ സ്വാധീനിക്കുന്ന, നിന്റെ ലൈഫിൽ ഗുണമായി ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ക്ഷമ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോ. ചിലര് പറയുന്നത് പണ്ടെനിക്ക് ഭയങ്കര ക്ഷമയായിരുന്നു, ഇപ്പൊ എനിക്ക് തീരെ ക്ഷമയില്ല. ചിലര് പറയുന്ന ക്ഷമയുടെ നെല്ലിപ്പലക. എന്നാ നെല്ലിപ്പലക? അങ്ങനെ ഒരു പലകയുണ്ട്, നെല്ലിപ്പലക. ഉണ്ടോ? അങ്ങനെ പലക ഉണ്ടോ വെച്ചാ? നെല്ലിപ്പലക ഉണ്ടോ വെച്ചാ? നെല്ലിപ്പലക ഉണ്ടോ? പഞ്ഞിപ്പലകയല്ലേ? എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല. സ്വോത്രം. എന്നെ പറയാറുണ്ട് ക്ഷമയുടെ നെല്ലിപ്പലക വരെ. എനിക്കറിയത്തില്ല കേട്ടോ, എന്റെ അറിവിൽ എനിക്കറിയില്ല. പറയാറുണ്ട്, നമ്മളൊരു പറയാറാ. എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ക്ഷമിച്ച് 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 അങ്ങ് മടുത്തങ്ങ് ഈ പറഞ്ഞ് ധരിപ്പിക്കുക. ക്ഷമിച്ച് ക്ഷമിച്ച് അല്ലെ, ധരിപ്പിക്കുക. ക്ഷമിച്ച് 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 ഞാനങ്ങ് മടുത്തെന്ന് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഭാഷയാണ് ക്ഷമയുടെ നെല്ലിപ്പലക വരെ പോയി. സ്വോത്രം. ഈ പുള്ളി എങ്ങനെ ക്ഷമിക്കുന്നത്? ഈ പുള്ളി അവിടെ മൊത്തം പ്രശ്നമുണ്ട്. പുള്ളി പറയാം ക്ഷമിച്ച് ക്ഷമിച്ച് ഞാനങ്ങ് മടുത്തു. എന്നോട് കർത്താവ് പറയുന്നു, ചില ക്ഷമയുടെ സ്വഭാവത്തിലേക്ക് മടങ്ങി വരണം. ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. നിന്റെ ലൈഫിൽ ക്ഷമ എന്ന് പറയുന്ന ഒരു സ്വഭാവ ഘടകമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിന്നിൽ നിന്നത് നഷ്ടപ്പെടുന്നു, നിന്നിൽ നിന്നത് മങ്ങിപ്പോകുന്നു, നിന്നിൽ നിന്നത് മാഞ്ഞു പോകുന്നു. എന്നാൽ ആത്മാവ് പറയും, ഇന്നു പകൽ സമർപ്പണത്തോടെ ഈ ദൂത് ഏറ്റെടുക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ മേൽ ദൈവം ആ സ്വഭാവത്തെ വേണമെങ്കിൽ ഇനി ഞാൻ അവിടെ നിന്ന് പ്രസംഗിച്ച ചിലപ്പോ എന്റെ ക്ഷമ എന്ത് ചെയ്യും പോകും. അതുകൊണ്ട് അടുത്ത ദൂതിലേക്ക് വരാം. ശ്രദ്ധിച്ചു കേട്ടെ. അടുത്തത്, രണ്ടാമത് കർത്താവിനെ സ്വാധീനിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അവരുറപ്പും ധൈര്യമുള്ളവരാണ്. അവരുറപ്പും ധൈര്യമുള്ളവരായി. സ്തോത്രം. മനസ്സിലായോ? അതിന്റെ കാര്യം എന്താ? ഉറപ്പും സ്ഥിരതയാണ് കേട്ടോ, ധൈര്യമല്ല, സ്ഥിരതയും. അതിന്റെ കാര്യം എന്താ? ഇപ്പൊ ഒരു പ്രാവശ്യം അവര് വല വീശിക്കുന്നു, വല വീശി മീൻ കയറില്ല എന്നൊക്കെ ചിന്തിക്കുക. അവരിട്ടിട്ട് പോത്തില്ല, അവര് വീണ്ടും വീശും, വീണ്ടും വീശും, വീണ്ടും വീണ്ടും ഒരു വീശും. പത്രോസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ അതിന് തെളിവാണ്. രാത്രി മുഴുവനും, അല്ലേ, രാത്രി മുഴുവനും ഞങ്ങൾ വല വീശി എന്ന് പത്രോസ് പറയണമെങ്കിൽ ഒന്നിലധികം വീശിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. മനസ്സിലായോ ദൈവമക്കളെ? ഒന്ന് ലഭിച്ചില്ല എന്ന് വിചാരിച്ച് അത് കളഞ്ഞിട്ട് പോകുന്നവരല്ല മുക്കുവന്മാര്. ഒന്ന് കിട്ടിയില്ലെന്ന് വിചാരിച്ച് അത് ഉപേക്ഷിച്ച് വണ്ടി കയറുന്നവരല്ല മുക്കുവന്മാര്. അവര് കിട്ടിയില്ലെങ്കിൽ അവര് വീണ്ടും വീണ്ടും വാഴ എറിയും. ഇന്ന് വരെ നിനക്ക് വിശ്വാസമുണ്ടോ?
ഇന്ന് ചില മക്കൾക്ക് ലഭിക്കപ്പെട്ടില്ല. സ്ഥിരതയോടെ ഇന്ന് ചിലരൊക്കെ വീശി വീശി മടുത്തിരിക്കുന്ന വെളിപ്പാടിനെ കാണുകയാണ്. എന്നാൽ ഇന്ന് പറയുന്നു, മടിച്ചു പോകുന്നത് ഉറക്കും സ്ഥിരതയോടെ നിന്റെ വല ദൈവം പ്രവർത്തിക്കാൻ വിടുതൽ വേണ്ടവർ ആത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച്, ഇന്നേ വചനത്തിന്റെ വിടുതൽ വേണ്ടവർ ആത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച്, യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെടട്ടെ. പല പ്രാവശ്യമേ ശ്രമിച്ചിട്ടും പല തവണയെ ശ്രമിച്ചിട്ട് അല്ല നിരാശപ്പെടേണ്ടി വന്നിട്ട് സ്ഥിരതയോട് വിളിക്കണം. അതറിയപ്പെടാതെ വിളിക്കണം. എന്റെ ദൈവം ഇന്ന് നിനക്ക് വേണ്ടി ചെയ്യുന്ന പരിശുദ്ധ സംസാരിക്കുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവേ അങ്ങനെ ഉള്ളവരെ ഈ മരണത്തിന്റെ വിടുതൽ നടക്കട്ടെ. അങ്ങനെ ഉള്ളവരുടെ ഈ മരണത്തിന്റെ വിടുതൽ നടക്കട്ടെ. അങ്ങനെ അനുഭവിക്കുന്നവരുടെ ഈ മരണത്തിന്റെ വിടുതൽ നടക്കട്ടെ. അങ്ങനെ ഭാരപ്പെടുന്നവരുടെ ഈ മരണത്തിന്റെ വിടുതൽ നടക്കട്ടെ. പല പ്രാവശ്യം വലയിലേക്കും അല്ലെങ്കിൽ ഒന്നും ലഭിക്കപ്പെടാതെ നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്നവകൾ ഇടപെടുന്നു. അല്ലെങ്കിൽ നീ വല വിട്ടിട്ട് പോകരുത്, നീ പടക വിട്ടിട്ട് പോകരുത്, നീ തിരിഞ്ഞു നടക്കരുത്. ഇന്നവകൾ ആത്മാവിനെ ഉറപ്പും സ്ഥിരതയോടെ നീക്ക്. ഗുണമലകളെ അടുത്ത പ്രാവശ്യം കേട്ടിയതുപോലെ ആത്മാവിനോട് പറയുന്നു, കാത്തിരിക്കുക നിനക്ക് വേണ്ടി സ്ഥിരതയുള്ള നിനക്ക് വേണ്ടി എന്റെ ദൈവം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, പല പ്രാവശ്യം എറിഞ്ഞിട്ടും ലഭിക്കപ്പെടാത്തതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിലെ ഉറപ്പും സ്ഥിരതയും നഷ്ടപ്പെടുത്തിയവർ നല്ലതുണ്ട്. പ്രതീക്ഷയെ കണക്കെ ഒന്നും ലഭിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ക്രിസ്തീയ ജീവിതത്തിൽ ഇന്നും ഉറപ്പും സ്ഥിരതയോടെ നിൽക്കുന്നവരോട് ആത്മാവ് പറയുന്നു, നിനക്കാണ് മുഴുവൻ. അല്ലാതെ ദൈവത്തെ പാറ്റിച്ചു നടക്കുന്നവർക്കില്ല. ഉറപ്പും സ്ഥിരതയും ഇല്ലാത്തവർക്കില്ല. ആത്മാവിന്റെ ഇടപെടുന്നു. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും വല വീശിയിട്ടും മീനെ കിട്ടിയില്ലെങ്കിലും അതിന്റെ നടുവിൽ ഉറപ്പും സ്ഥിരതയോടെയും വീണ്ടും പ്രത്യാശയോടെ അവരോട് ആത്മാ പറയുന്നു, നിനക്ക് വേണ്ടി തമ്പുരാൻ കാര്യം ചലിക്കുന്നു. സ്തോത്രം. പല പ്രാവശ്യം വല വീശിയിട്ടും കിട്ടാതെ വരുമ്പോ അവരിട്ടിട്ട് പോവല്ല. പത്രോസ് പറയുന്ന, ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ പ്രതീക്ഷയോടെ വീശി. യേശു കണ്ടോ, യേശു മീൻപിടുത്തത്തിൽ നിന്ന് മനുഷ്യനെ പിടിക്കുന്ന ദൗത്യത്തിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള രണ്ടാമത് കർത്താവിനെ സ്വാധീനിച്ച ഘടകമാണ്. കർത്താവിനറിയാം
എന്തെല്ലാം വന്നാലും ഇവന്മാര് നിൽക്കും. പറഞ്ഞ മനസ്സിലായോ? ചിലപ്പോ ആദ്യം ഒന്നും പ്രസംഗിക്കുമ്പോൾ ആരും ഒന്നും വന്നില്ലെങ്കിൽ സാരമില്ല, വീണ്ടും ഇവന്മാര് പ്രസംഗിക്കുന്ന കർത്താവിന് ബോധ്യമായി, വീണ്ടും ഇവര് നിൽക്കുമെന്ന് കർത്താവിന് ബോധ്യമായി. മനസ്സിലായോ? അല്ലാതെ ഒരു മീറ്റിങ്ങിന് പോയി പ്രാർത്ഥിച്ചു, അതിനുശേഷം പിന്നെ വേറെ വഴിക്ക് പോകുന്ന അല്ല. കർത്താവിനെ സ്വാധീനിച്ച രണ്ടാമത്തെ ഘടകമത, പ്രതീക്ഷിക്കുന്നതൊന്നും കിട്ടിയില്ലെങ്കിലും പ്രതീക്ഷിക്കുന്നത് കിട്ടുന്നത് വരെ പരിശ്രമിക്കും. പ്രതീക്ഷിക്കുന്നത് കിട്ടുന്നത് വരെ ഇവര് പരിശ്രമിക്കും. ആ ക്വാളിറ്റി ഇവരിൽ കണ്ടപ്പോൾ സ്വാധീനിച്ചു. സ്തോത്രം. അവർക്ക് മനസ്സിലായി. മനസ്സിലാക്കുന്ന രീതിയിലല്ലേ പ്രസംഗിക്കുന്നത്. സ്തോത്രം. മൂന്നാമത് എന്താ കർത്താവിനെ സ്വാധീനിച്ചത്? മൂന്നാമത്, ഇവര് ധൈര്യശാലികളായി. ഒന്ന്, ക്ഷമയുള്ളവർ. രണ്ട്, ഉറപ്പും സ്ഥിരതയുമുള്ളവർ. മൂന്ന്, ധൈര്യശാലികൾ. സ്തോത്രം. ധൈര്യശാലികൾ. എന്താ അത് പറയാൻ കാര്യം? വലിയ കടലിൽ ചെറിയ പടകുമായിട്ട് പോകണമെങ്കിൽ ധൈര്യം വേണ്ടേ? ധൈര്യം വേണ്ടേ? സ്തോത്രം. കാറ്റും ഓളങ്ങളും നിറഞ്ഞ കടലിൽ, തിരമാല ശക്തിയായിട്ട് അടിച്ചുയരുന്ന കടലിൽ, ഈ വലിയ കടലിൽ ഒരു ചെറിയ പടകുമായി പോകണമെങ്കിൽ അതിന് പ്രത്യേക ധൈര്യം വേണം. സ്തോത്രം. സ്തോത്രം. വെള്ളം കാണുമ്പോൾ പേടിക്കുന്ന നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവും. ഹല്ലേലൂയ. 2018 കേരളക്കര പ്രളയത്തെ അഭിമുഖീകരിച്ച സമയത്ത് ഏറ്റവും അവസാനം നിൽക്കക്കണ്ണിയില്ലാതെ ആരിറങ്ങേണ്ടി വന്നു? കടലിന്റെ മക്കൾ, അങ്ങനെ വിശേഷിപ്പിച്ചവരെ ഇറങ്ങേണ്ടി വന്നു. കാരണം കേരളം ഒന്നാകെ സ്തംഭിച്ചു നിന്ന സമയത്ത് ധൈര്യത്തോടെ അവിടെ ഇറങ്ങണമെങ്കിൽ അവര് തന്നെ വരണം. സ്തംഭിച്ച് കേരളം നിന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ അവർക്കുള്ള ധൈര്യം മറ്റൊരാൾക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സന്ദർഭത്തിൽ സ്തോത്രം. ഇത് കെട്ടുകഥയല്ല, നമ്മുടെ കണ്ണിൽ കണ്ടതല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. വലിയ കടലിൽ ചെറിയ പടകുമായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ പ്രത്യേക ധൈര്യം വേണം. ഹല്ലേലൂയ. കർത്താവ് മീൻപിടുത്തത്തിൽ നിന്ന് മനുഷ്യപിടുത്തത്തിലേക്ക് അവരെ മാറ്റാൻ കർത്താവെ സ്വാധീനിച്ച മറ്റൊരു ഘടകമാണ് ഇവരുടെ ധൈര്യം. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞേ? എത്ര പേർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി? ഇന്ന് പകൽക്കാലം എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ തിര പോലെ അടിച്ചുയർന്നെഴുന്നേറ്റ് വന്നാലും ഇന്ന് വരെ ധൈര്യത്തോടെ നിൽക്കുന്നവരാ ദൈവത്തിന് ആവശ്യം. സ്തോത്രം. അല്ലാതെ പ്രതികൂലം വരുന്നതിന് ദൈവസന്നിധി വിട്ട് പോകുന്നവരെയല്ല ദൈവത്തിന് ആവശ്യം. എന്തെല്ലാം വന്നാലും ധൈര്യത്തോടെ ചങ്കറപ്പോടെ നിൽക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. ആ സ്വാധീനം യേശുവിൽ. സ്തോത്രം. അവര് ധൈര്യശാലിയായി. ധൈര്യശാലി. ഹല്ലേലൂയ. ഇനി അടുത്തൊരു കാര്യം പറയാം. സ്തോത്രം. സമയത്തെ കൃത്യമായിട്ട് അവർക്കറിയാം. സമയത്തെ കൃത്യമായിട്ട് അവർക്കറിയാം. സമയത്തെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഈ സന്ദർഭത്തിൽ അവർക്കൊന്നും കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്.
അവർക്കൊന്നും കിട്ടാതിരുന്നതിന്റെ പിന്നിൽ ഈ ഒരു ദൈവിക പദ്ധതി നടപ്പിലാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അന്ന് രാത്രി മുഴുവനും വല വീശിയിട്ട് അവർക്കൊരു മീൻ പോലും കിട്ടാതെ ആകണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ദൈവ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എന്നാൽ ഈ ഒരു ദൈവ പദ്ധതിയെ മാറ്റി നിർത്തി ഇതിനു മുൻപ് അവര് വല വീശുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണം, വല വീശുന്നത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോൾ വല വീശണമെന്ന് മുക്കുവന്മാർക്കറിയാം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? എപ്പോൾ വല വീശണമെന്ന് മുക്കുവന്മാർക്കറിയാം, എപ്പോൾ വീശരുതെന്ന് പറയാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അല്ല, പറഞ്ഞ സമയത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധം, സമയത്തെ കുറിച്ചുള്ള കൃത്യമായ ധാരണ അവർക്കുണ്ട്. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ ഒരു ധാരണ നമുക്ക് വേണം. യേശുക്രിസ്തുവിനെ സ്വാധീനിച്ച മറ്റൊരു ഘടകം അതാണ് സമയത്തെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം ധരിക്കുന്ന വ്യക്തികളാണ് ഇവര്. ഇവർക്കറിയാം എപ്പോൾ വീശണമെന്നും എപ്പോൾ വല വീശരുതെന്നും ഇവർക്കറിയാം. സ്തോത്രം, സ്തോത്രം. അങ്ങനെയുള്ളവരാണ് മനുഷ്യനെ പിടിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എപ്പോൾ പ്രസംഗിക്കണമെന്ന് അവർക്കറിയാം, എന്നാൽ എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് അറിയാം, എപ്പോൾ ഉപദേശിക്കണമെന്നറിയാം, എപ്പോൾ സൗഖ്യമാക്കണമെന്ന് അല്ലെങ്കിൽ സൗഖ്യമാക്കാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നറിയാം. ഇന്ന് പറഞ്ഞവർക്ക് മനസ്സിലായി സമയത്തെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം അവരുടെ അയക്കലങ്ങളിൽ ഉള്ളതുകൊണ്ട് മനുഷ്യനെ പിടിക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ പങ്ക് വലുതാണെന്ന് യേശുക്രിസ്തുവിനെ അവരുടെ ആ രീതി സ്വാധീനിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഇത് ദുഷ്കാലമായുള്ള സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സമയത്തെ കുറിച്ചുള്ള അറിവുള്ളവർക്ക് മാത്രമേ സ്തോത്രം. പത്രോസിനെ സംബന്ധിച്ച് വ്യക്തമായി സുവിശേഷ വേളയിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണം കൃത്യ സമയങ്ങളിൽ ചെയ്ത അപ്പോസ്തലനാണ് പത്രോസ് എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വയൽക്കാലങ്ങൾ ആത്മകരത്തിൽ വിളിച്ചു പറയുക, അതിലെ ദൈവം നിനക്ക് വന്നിരിക്കുന്ന സമയം നീ പാഴാക്കിക്കളയരുത്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന സമയം നീ പാഴാക്കി നഷ്ടപ്പെടുത്തി കളയരുത്. ശക്തമായ ആത്മാവ് വിളിച്ചു പറയുന്നത് സമയത്തെ മനസ്സിലാക്കി ഉപയോഗിക്കുക. സ്തോത്രം. ഞാൻ ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അവൾ ഒരു ഡോക്ടർ ആകുമെന്നാണ്. ഞാനത് പ്രാർത്ഥിച്ചു പറഞ്ഞു. അവളുടെ ആഗ്രഹം അതാണ്. അവളെ മെഡിക്കൽ ഫീൽഡിൽ ദൈവം ഉയർത്തുമെന്നുള്ള ദൈവാലോചന മുന്നമേ അവൾക്കുണ്ട്. എന്നാൽ വേറെ ആരോ പ്രാർത്ഥിച്ചു പറഞ്ഞു നിനക്ക് എഞ്ചിനീയറാണ്. അടുത്തിടയ്ക്ക് ആരോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിനക്ക് എഞ്ചിനീയർ. ഇത് കേട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അവിടെ പോയ അന്ന് മുതല് ഇവള് തല കറങ്ങി വീഴും.
ഇവിടെ തല ഇറങ്ങി വീഴുക. അഡ്മിഷൻ എടുക്കാൻ പോയപ്പോ സമയം വന്നു. അങ്ങനെ ഞാൻ ചെന്നു, പ്രാർത്ഥിച്ചപ്പോ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇത് പിശാചിന്റെ പോരാട്ടമല്ല, ഇത് രോഗമല്ല. ഞാൻ ചോദിക്കുന്ന കർത്താവ് ഇതെന്താ? എന്റെ വഴി വിട്ട് മാറിയത് കൊണ്ട് എന്റെ വഴിയിലേക്ക് വരാൻ ഞാൻ വെച്ചിരിക്കുന്ന ശോധന. ദൈവാത്മാവ് അത് വെളിപ്പെടുത്തി ഞാൻ അവളോട് ഇത് പറഞ്ഞു. എന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി ഇതാണെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തിയത് കൺഫേമായി. എപ്പോൾ അവൾ അതിൽ നിന്ന് തീരുമാനം മാറ്റിയോ അന്ന് അവള് സൗഖ്യമായി. യേശു അവളെ സൗഖ്യമാക്കി. സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ദൈവമക്കളെ, ഹല്ലേലൂയ, ആ സമയത്ത് അവർക്ക് പോകാനുള്ള, ആ സമയത്ത് അവർക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ വന്നിരുന്നു. എന്നാൽ ഇതിന്റെ പുറകെ പോയപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് വന്നു. ഏതാ? ഈ മെഡിക്കൽ കോഴ്സിന് ഒരു ബ്ലോക്ക് വന്നു. ഞാൻ പറഞ്ഞത്, അവക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സമയത്ത് അവക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പറഞ്ഞ മനസ്സിലായോ? അവക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്തു പറ്റി? അവിടെ അവക്കൊരു തടസ്സം വന്നു. പ്രാർത്ഥിച്ചു, സർവശക്തൻ അതിൻ്റെ അകത്തൊരു പ്രവൃത്തി അയച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിലാണെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും ഏത് തലങ്ങളിലാണെങ്കിലും ദൈവം തരുന്ന സമയത്തെ തക്കത്ത് ഉപയോഗിക്കാൻ പഠിക്കണം. സമയത്തെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ അവർക്കുണ്ടെന്നുള്ള അത് മനസ്സിലാക്കിയപ്പോൾ യേശുവിനെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ, മനുഷ്യനെ പിടിക്കാൻ ഇവരെ പോലെ മറ്റൊരാൾക്ക് പറ്റുന്നില്ല. കാരണം ഇവർക്കറിയാം എങ്ങനെ പിടിക്കണം. സമയം വളരെ പ്രധാനമാണ്. ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയാ, ദൈവം തരുന്ന സമയം വളരെ പ്രാധാന്യമുള്ളത്. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. അടുത്ത കാര്യം ശാസ്ത്രം. ഹല്ലേലൂയ, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശാസ്ത്രം. അടുത്ത കാര്യം, മറഞ്ഞിരിക്കണം. യേശുക്രിസ്തുവിനെ സ്വാധീനിച്ച അടുത്തൊരു കാര്യമാണ് മറഞ്ഞിരിക്കണം. എന്താ കാര്യം അത്? സ്തോത്രം. ഇവരെ വല വീശുന്ന സമയത്ത് ഇവര് ശ്രദ്ധിക്കാറുണ്ട് ഒരു കാര്യമുണ്ട്. ഇവര് വല വീശുമ്പോൾ ഹല്ലേലൂയ, ഈ വല വീശുന്ന സമയത്ത് ഇവരെ കൂടുതലായിട്ട് ഇവര് വെളിപ്പെടുത്താറില്ല. കാരണം മനുഷ്യന്റെ നിഴൽ പോലും തട്ടിയാൽ മീൻ മാറി. മനുഷ്യന്റെ നിഴല് പോലും തട്ടിയാൽ എന്ത് ചെയ്യും? മാറിപ്പോകും മീൻ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, മറഞ്ഞിരുന്ന് എന്ത് ചെയ്തു? അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടി അവർ ചെയ്തു. എന്താ അതിന്റെ അർത്ഥം? ഇത്രേ ഉള്ളൂ. അല്ലേ? യേശുവിനെ സ്വാധീനിച്ച ഘടകമാണ്. യേശുവിന് മനസ്സിലായി, ഇവരെ മനുഷ്യനെ പിടിക്കാൻ ഇറങ്ങിയാൽ അവരെ വെളിപ്പെടുത്തത്തില്ല. അവരെ മറച്ചിട്ട് അവരെന്നെ വെളിപ്പെടുത്തും. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ആത്മീയ ദൂത പറഞ്ഞത്, മുമ്പേ പറഞ്ഞത് നിഴലാ. സ്തോത്രം, ഹല്ലേലൂയ. അതിനെ ഞാൻ പൊരുളാക്കി പറയാ. യേശുവിനെ സ്വാധീനിച്ച ഘടകത്തിൽ ഒന്ന് കർത്താവിന് മനസ്സിലായി. ഹല്ലേലൂയ. ഇവൻ മീൻപിടുത്തക്കാരനാക്കി ഇവരെ മനുഷ്യനെ പിടിക്കുന്നവരാക്കി ഇറക്കിയാൽ ഇവരിലൂടെ ഇവരെന്നെ വെളിപ്പെടുത്തും. ഇവർക്ക് പറഞ്ഞിരിക്കും. ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മൾ കാണിക്കാനില്ല. മനസ്സിലായി? നിന്നെ പബ്ലിസിറ്റി സ്തോത്രം, നിന്റെ സ്തോത്രം, ആത്മാവിനെ വിളിച്ചു വേണം. നിന്നിലൂടെ ക്രിസ്തു വെളിപ്പെടണം. അത് വെളിപ്പെടണമെങ്കിൽ നീ മറക്കണം.
നീ എന്ന വ്യക്തിയോട് സ്വന്തം അത് യേശു വെളിപ്പെടണം. ഹല്ലേലൂയ. കർത്താവിനെ സ്വാധീനിച്ചൊരു ഘടകം അവരുടെ നിഴൽ പോലും തട്ടാതെ അവര് വലവീശി വീണിരിക്കുന്നവരാണ്. അതിനെ ആത്മീയമായിട്ടൊന്ന് തിരിച്ചു വരിക്കാൻ അവരെ അവർ മറക്കും. അവരുടെ ജോലിയിൽ തന്നെ അവർക്കത് ചെയ്ത ശീലമുണ്ട്. അവരെ മറച്ചിട്ട് മീനെ പിടിക്കാൻ കഴിവുള്ളവരവര്. ക്രിസ്തുവിനോട് അവരുടെ ജോലിയിലുണ്ട്. കർത്താവിനെ സ്വാധീനിച്ചൊരു ഘടകമുണ്ട്. അവര് നാളെ മനുഷ്യനെ പിടിക്കാൻ പോകുമ്പോൾ തന്നെ ഇതും അവര് ചെയ്യും. അവരെ മറച്ചിട്ട് മനുഷ്യനെ പിടിക്കും. ആ മനുഷ്യനെ പിടിക്കാൻ അവർ എന്നെ വെളിപ്പെടുത്തുക. സ്തോത്രം. ക്രിസ്തുവിനെ സ്വാധീനിച്ച ഘടകം. ഇതൊക്കെ അവരുടെ ജോലിയുടെ സ്വഭാവങ്ങളാണ്. മനസ്സിലായോ? അവരുടെ ജോലിയുടെ സ്വഭാവങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, മീനെ പിടിക്കുന്നവരെ മനുഷ്യനെ പിടിക്കുന്ന കൂട്ടത്തിലാക്കാൻ ഇവരെ അങ്ങനെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ യേശുവിനെ സ്വാധീനിച്ചത് എന്താണെന്ന് ചോദിച്ചത്. ആ സ്വാധീനങ്ങളായി പ്രസംഗിച്ചത്. ആ സ്വാധീനങ്ങളായി പ്രസംഗിച്ചത് നിന്റെ അകത്തിതുണ്ടോ? അതാ ചോദ്യം. നിന്റെ അകത്തിതുണ്ടോ? ഹല്ലേലൂയ. ഒന്ന്, അവരകത്ത് ക്ഷമയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവര് തിരിഞ്ഞു പോകത്തില്ല. അവര് വല വീശി ക്ഷമയോടെ കാത്തിരിക്കും. ഉറപ്പും സ്ഥിരതയുണ്ടായിരുന്നു. ഉറപ്പും സ്ഥിരതയും. സ്തോത്രം. സ്തോത്രം. ധൈര്യം ഉണ്ടായിരുന്നു. ധൈര്യം. സമയത്തെ കുറിച്ചുള്ള കൃത്യബോധം ഉണ്ടായിരുന്നു. അവര് മറഞ്ഞിരിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. ക്രിസ്തുവിനെ വെളിപ്പെടുത്തണമെന്ന് ഇന്നു പകൽ പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞു പറയാം. നിയോഗം നിന്റെ മേൽ വീണാൽ, അല്ലെങ്കിൽ നിയോഗം നിന്റെ മേൽ വീഴണമെങ്കിൽ, വീണവന് വീണാൽ ഏറ്റെടുത്താൽ മതി. വീഴാത്തവരോട് പറയാം, നിന്റെ മേൽ നിയോഗം വീഴണമെങ്കിൽ ക്രിസ്തുവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നിന്റെ അകത്തുണ്ടാവണം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയാ, ഒന്നിനും കൊള്ളാത്ത നമ്മളെ ചേറ്റിൽ നിന്നും കുപ്പയിൽ നിന്നും ദൈവം ഉയർത്തി. ചേറ്റിൽ നിന്നും കുപ്പയിൽ നിന്നും ദൈവം എന്ത് ചെയ്തു? ഉയർത്തി. ഇനിയും ചേറ്റിലും കുപ്പയിലും കിടക്കുന്ന പണി കാണിക്കരുത്. ആ സ്വഭാവം കാണിക്കരുത്. ആ രീതി കാണിക്കരുത്. ചേറ്റിലും കുപ്പയിലും കിടന്നപ്പോൾ നമ്മൾ പല രീതിയായിരുന്നു. ആ സമയത്ത് നമ്മുടെ സ്വഭാവ ഗുണമോ മഹിമയൊന്നും കർത്താവ് നോക്കിയില്ല. കർത്താവ് നമ്മളെ രക്ഷിച്ചു. രക്ഷിച്ച കർത്താവ് നമ്മളെ ഉറപ്പുള്ള പാട്ട് നിർത്തി. പുതിയൊരു പാട്ട് നമ്മുടെ വായി താക്കും. ഇനിയും കുപ്പയിൽ കിടന്ന ചേച്ചിൽ കിടന്ന രീതി കാണിക്കരുത്. ഹല്ലേലൂയ. നിന്നെ നോക്കുമ്പോൾ ചില നിയോഗത്തിലേക്ക് നിന്നെ കയറ്റാൻ ദൈവത്തിന് അല്ലെങ്കിൽ നിന്നിൽ ഒരാഗ്രഹവും ഇഷ്ടവും തോന്നത്തക്കവണ്ണമുള്ള ചില സ്വാധീനങ്ങളുടെ സ്വഭാവം നിന്നുണ്ടാവും. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും അടച്ചാൽ. ഒന്നാമതാണെങ്കിൽ ഇത് മതി. ശരിയാകാൻ ഇത്ര മതി. കുറച്ചുകൂടെ പ്രസംഗിക്കാനുണ്ടായിരുന്നു. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു പ്രസംഗിക്കണ്ട, പ്രസംഗിക്കുന്നില്ല. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. സ്തോത്രം. എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
എല്ലാവരും ആത്മാവിലെന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു മെസ്സേജ് നിർത്തിക്കോളാൻ പറഞ്ഞു. അന്നേരം അല്പനേരം ആത്മാവിലും ആരാധിക്കാൻ ദൈവാത്മാവിലേക്ക് നിയോഗം തരിക. അല്പനേരം എല്ലാവരും ദൂരത്തും ചാരത്തും ഇരിക്കുന്ന എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിച്ച് അല്പനേരം ആത്മാവിൽ പ്രാർത്ഥിച്ച് എല്ലാവരും ആത്മാവിൽ അല്പനേരം സ്തുതിച്ച് ആത്മാവിൽ അല്പനേരം സ്തുതിച്ച് ഇന്ന് പകൽക്കാലം അല്ലേ നിന്റെ ഉൾക്കണ്ണിനെ തുറക്കുന്നൊരു ഉൾക്കണ്ണിനെ തുറക്കുന്നൊരു വിടുതൽ സർവശക്തം നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ചെയ്യട്ടെ. പ്രാർത്ഥിച്ച് ആത്മാവിൽ ഒരു പുത്തൻ നിയോഗത്തിലേക്ക് ദൈവം നിന്നെ എത്തിക്കട്ടെ. ചില ദൈവിക നിയോഗങ്ങൾ നിന്നിൽ പകരാൻ, ചില ദൈവികമാകുന്ന നിയോഗങ്ങൾ നിന്നിൽ വന്നു ചേരാൻ കർത്താവിന് ഹല്ലേലൂയ, നിന്നോട് ഹല്ലേലൂയ. കർത്താവ് ആ നിയോഗത്തിലേക്ക് ദൈവത്തിന് നിന്നെ എത്തിക്കാൻ ചില സ്വാധീനങ്ങളുടെ സ്വഭാവം നിന്നിൽ വെളിപ്പെടട്ടെ, നിന്നിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിലാ പ്രാർത്ഥിച്ച് എല്ലാവരും ആത്മാവിൽ അല്പനേരം പ്രാർത്ഥിച്ച് അല്പനേരം പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷകളിൽ അല്പനേരം ദൈവത്തെ സ്തുതിച്ച്, അല്ലാത്ത പ്രിയപ്പെട്ടവർ സ്തുതി സ്തോത്രയാഗങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. എല്ലാവരും കുഞ്ഞുങ്ങളടക്കം എല്ലാവരും അല്പനേരം ദൈവത്തെ മഹത്വപ്പെടുത്തുക. അല്പനേരം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്ത അല്പനേരം. ഇന്ന് വകൽ പിടുത്തക്കാരെ മനുഷ്യപിടുത്തക്കാരാക്കി മാറ്റിയ സ്വഭാവ സ്വാധീനങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ വകൽ ബോധ്യപ്പെടുത്തി നിന്റെ മേലും ആ ദുർവകൃപം ധ്യാനിക്കാൻ, നിന്റെ മേലും ആ സ്വഭാവം വെളിപ്പെടാൻ, നിന്റെ മേലും ആ നിയോഗം ഇറങ്ങാൻ, നിന്റെ മേലും ആ ദൈവശക്തി അകങ്ങാൻ, നിന്നെയും ദൈവാത്മാവാ നിയോഗത്തിൽ എല്ലാവരും ആത്മാവെ പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് ചിലരുടെ മേൽ നിയോഗം വെളിപ്പെടട്ടെ. ഇന്ന് ചിലരുടെ മേൽ ആ നിയോഗത്തിന്റെ കൈമാറ്റം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നിയോഗത്തിന്റെ കോപത്ത് വീടാകുക, ചിലരുടെ നിയോഗത്തിന്റെ കോപത്ത് വീടാകുക, ചിലരുടെ നിയോഗത്തിന്റെ കോപത്ത് സ്വീകരിക്കുക. ആത്മാവിൽ സ്വീകരിക്കുക, ആത്മാവിൽ സ്വീകരിക്കുക, ആത്മാവിൽ സ്വീകരിക്കുക, ആത്മാവിൽ സ്വീകരിക്കുക, ആത്മാവിൽ സ്വീകരിക്കുക. ഈ ഒതുക്കപ്പെട്ടെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ പുറത്തുകൊണ്ടുവരും. ദൈവത്തിനെ പുറത്തുകൊണ്ടുവരും. ഒതുക്കപ്പെട്ട് പോകുന്നവനാണ് യേശു ഭൂഖണ്ഡങ്ങളെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഹസ്തപ്രവാഹന യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വെളിപ്പാട് എന്നോടാണെന്ന് ഉറപ്പുള്ളവർ മാത്രം, ആ നിയോഗം എന്റെ മേലാണെന്ന് ഉറപ്പുള്ളവർ മാത്രം ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചേറ്റിലല്ലയോ